Hello everyone, welcome to my home, my heaven. 2-3 ദിവസത്തെ അവധിയൊക്കെ കഴിഞ്ഞിട്ടുള്ള ഒരു വീക്ക് ഡേ ദിവസത്തെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ ഇന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. 2-3 ദിവസത്തെ അവധിയൊക്കെ കഴിഞ്ഞിട്ടുള്ളൊരു ദിവസം എന്ന് പറയുമ്പോൾ തന്നെ അറിയാലോ അല്ലേ, കുറച്ചൊക്കെ നമ്മളൊന്ന് മടി പിടിച്ചിരിക്കുന്നൊരു ദിവസമായിരിക്കും. ഇന്ന് ശരിക്കും മടി പിടിച്ചിട്ടുള്ളൊരു ദിവസം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ രാവിലെ മോനെ സ്കൂളിലേക്കൊക്കെ വിട്ടതിന് ശേഷം ഞങ്ങൾക്കുള്ള ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം കേട്ടോ. സാധാരണ അവധിയൊക്കെ കഴിഞ്ഞാൽ ഉള്ള ഒരു ദിവസത്തെ വീടിൻ്റെ അവസ്ഥ ഇതായിരിക്കും കേട്ടോ. ടോയ്സും ബുക്സും എല്ലാം അവിടെയും ഇവിടെയൊക്കെ പരത്തിയിട്ടിട്ടുള്ള ആകെ ഒരുപാട് പണികളൊക്കെ ഉള്ളൊരു ദിവസമായിരിക്കും. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, ഇന്ന് മൊത്തത്തിലൊരു ലേസിയായ ദിവസമായതുകൊണ്ട് തന്നെ അങ്ങനെ കാര്യമായിട്ട് ക്ലീനിങ്ങോ ഒന്നും ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ പൊതുവേ ഇങ്ങനെ ലേസിയൊക്കെ ആവുന്ന ദിവസങ്ങളിൽ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന കുറച്ച് ജോലികളുണ്ട് കേട്ടോ. ആ കാര്യങ്ങളൊക്കെയാണ് ഇന്ന് നിങ്ങളായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കറിയാം എന്നുണ്ടാവും, എൻ്റെ വീഡിയോസിലൊക്കെ നിങ്ങൾ ഒരുപാട് കണ്ടിട്ടുണ്ടാവും. കുറേ വുഡൻ ബൗൾസും അതുപോലെ തന്നെ ഡെക്കർ ഐറ്റംസും കിച്ചണിൽ യൂസ് ചെയ്യുന്ന കുറേ ഐറ്റംസൊക്കെ ഉണ്ട്. അപ്പോൾ ഇതുപോലത്തെ വുഡൻ ഐറ്റംസൊക്കെ നമ്മൾ വളരെ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോയാൽ മാത്രമേ നമുക്ക് എപ്പോഴും അത് ആ ഒരു ഭംഗിയോടെ കുറച്ചും കൂടെ എന്താ പറയുക, കുറച്ച് കാലാധികമൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇതാ ഇപ്പം ഞാൻ നമ്മുടെ ഈ വുഡൻ ഐറ്റംസ് എല്ലാം ഉണ്ടല്ലോ, ഇതെല്ലാം തന്നെ നന്നായിട്ട് ഓയിൽ തേച്ച് നന്നായി സ്ക്രബ് ചെയ്തെടുക്കും കേട്ടോ. എപ്പോഴൊന്നും ചെയ്യില്ല, ഒരു വൺസ് ഇൻ എ മന്ത് ഒരു 2 മന്തൊക്കെ കൂടുന്ന സമയത്ത്. പലപ്പോഴും ഞാൻ പറഞ്ഞില്ലേ, ഇതുപോലെ നമുക്കൊരു വേറെ ഒന്നും ചെയ്യാനൊരു മൂഡൊന്നും ഇല്ലാത്ത സമയത്താണ് ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുക. അപ്പം വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത ജോലിയാണ്, ഒരു ഭാഗത്ത് ഇരുന്ന് നമുക്ക് നല്ല സമാധാനമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒന്നാണല്ലോ. അപ്പോൾ ഇന്നിതാ അതൊക്കെ ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാനിപ്പോൾ ഇതിവിടെ ഒലിവ് ഓയിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത്. നമുക്ക് ഏത് ഓയിൽ വെച്ചിട്ടും ഇതുപോലെ ചെയ്യാം കേട്ടോ. നമ്മുടെ കട്ടിംഗ് ബോർഡ്, അതുപോലെ തന്നെ വുഡൻ സ്പൂണ്, അങ്ങനെ എല്ലാം ഉണ്ടല്ലോ, അതൊക്കെ നമ്മൾ ഇതുപോലെ വല്ലപ്പോഴൊക്കെ ഇതേപോലെ ഓയിലൊക്കെ തേച്ച് നന്നായിട്ട് സ്ക്രബ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ ഇത് നല്ല ആ ഒരു അതിൻ്റെ ഒരു ഡ്രൈനെസ് ഉണ്ടാവില്ല, നമ്മൾ കുറേ യൂസ് ചെയ്ത് കഴിയുമ്പോൾ അതൊക്കെ മാറി കിട്ടുകയും ചെയ്യും. നല്ല പുതിയതുപോലെ നല്ല തിളക്കത്തോടെ ഇരിക്കുകയും ചെയ്യും. അപ്പം ഞാനിതാ എൻ്റെ വുഡൻ സ്പൂൺസും ട്രേസും ബോക്സുകളും ഒക്കെ അതുപോലെ ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ. അതുപോലെ തന്നെ ഞാൻ എനിക്കിഷ്ടമുള്ള ഒരു കാര്യമാണ് ഇതുപോലെ മടി പിടിച്ചിരിക്കുമ്പോൾ ചെയ്യാനുള്ളത്, തുണികളൊക്കെ മടക്കി വയ്ക്കുക. അതായത് ഒരു ഭാഗത്ത് സ്വസ്ഥമായിട്ട് ഇരുന്ന് തുണികളൊക്കെ മടക്കി വയ്ക്കുക. നല്ല മ്യൂസിക്കോ എന്തെങ്കിലുമൊക്കെ കേട്ടിട്ട് ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാൻ വീക്കിൽ വൺസ് ആണ് കേട്ടോ നമ്മുടെ കിച്ചൺ ടവലെല്ലാം കഴുകാറ്. സാധാരണ ദിവസം കിച്ചണിന് നമ്മൾ സിങ്കിൽ തന്നെ ജസ്റ്റ് കഴുകിയെടുക്കും. അത് കഴിഞ്ഞിട്ട് വീക്കെൻഡിൽ നമുക്കധികം ക്ലോത്തൊന്നും കഴുകാനുണ്ടാവില്ലല്ലോ, ആ ദിവസങ്ങളിൽ ഇതെല്ലാം കൂടെ പിന്നെ വാഷിംഗ് മെഷീനിലിട്ട് നന്നായിട്ട് കഴുകിയെടുക്കുകയാണ് സാധാരണ ചെയ്യാറുള്ളത്. അപ്പോൾ ഇത് കഴിഞ്ഞ ദിവസം ഇതെല്ലാം കഴുകിയിട്ടിട്ടുള്ള ദിവസമായിരുന്നു. അപ്പോൾ അതെല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കാനുണ്ട്. ഞാൻ അതൊക്കെ മടക്കി നമ്മുടെ കിച്ചണിൽ തന്നെയാണ് കേട്ടോ വെക്കാറുള്ളത്. ഞാൻ എങ്ങനെയാണ് ഈ കിച്ചൺ ടവലൊക്കെ ഒന്ന് മടക്കി എടുക്കാറ് എന്നുള്ളതും അതെങ്ങനെയാണ് ഓർഗനൈസ് ചെയ്യുന്നത് എന്നുള്ളതും കൂടെ ഒന്ന് കാണിക്കുകയാണ്.
നമുക്ക് കിച്ചണിൽ എപ്പോഴും ആവശ്യമുള്ള ഒരു ഐറ്റം ആണല്ലോ അല്ലേ കിച്ചൺ ടവൽസ്. അതുകൊണ്ട് തന്നെ കിച്ചൺ ടവൽസൊക്കെ നമ്മൾ ഇതുപോലെ നല്ല നീറ്റാക്കി കഴുകി ഇതുപോലെ ഓർഗനൈസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് എടുക്കുമ്പോൾ തന്നെ നമുക്കൊരു ഒരു എന്താ പറയുക, ഒരു പോസിറ്റീവ് എനർജി കിട്ടും. നമുക്ക് തുടർന്ന് ജോലികളൊക്കെ ചെയ്യാം. പലപ്പോഴും നമ്മൾ കിച്ചൺ ടവലൊക്കെ അവിടെയും ഇവിടെയൊക്കെ ഇടുന്ന സ്വഭാവമുള്ളവരുണ്ടായിരിക്കും. പക്ഷെ ഇതുപോലെ നമ്മളൊക്കെ ഒന്ന് ഓർഗനൈസ് ചെയ്ത് നല്ല ഭംഗിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓരോ ദിവസം അത് എടുക്കുമ്പോഴും അതുപോലെ തന്നെ അത് ഉപയോഗിക്കുമ്പോഴും, പിന്നെ ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ ഈ വീടിൻ്റെ ഏത് ഏരിയ ആയാലും നമ്മൾ എത്രത്തോളം ഭംഗിയാക്കി ഓർഗനൈസ് ചെയ്ത് വെക്കുന്നു അത്രത്തോളം നമുക്ക് നമ്മുടെ വീട്ടിൽ ഒരു പോസിറ്റീവ് എനർജി എപ്പോഴും നമുക്ക് കിട്ടും. അപ്പം അതുകൊണ്ടായിട്ട് ഇത്രയും ഭംഗിയായിട്ടൊക്കെ ഇങ്ങനെ എടുത്ത് വെക്കുന്നത്. ഈ കാണുമ്പോൾ ഒരു മനസ്സിനൊരു സന്തോഷമല്ലേ. അപ്പോൾ ഇതുപോലെയൊക്കെ ചെയ്ത് നോക്കിയിട്ടില്ലാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. മടി പിടിച്ച ദിവസങ്ങളിലെ ഏറ്റവും വലിയ ചലഞ്ച് എന്ന് പറയുന്നത് കുക്കിംഗ് ആണ് അല്ലേ. ഏറ്റവും മടിയുള്ളൊരു കാര്യം കേട്ടോ കുക്കിംഗ്. അപ്പോൾ സാധാരണ ദിവസമാണെങ്കിൽ നമ്മൾ നല്ല കുറേ ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കാനും ഒക്കെ ഭയങ്കര ഇഷ്ടം. പക്ഷെ മടി പിടിക്കുമ്പോൾ ഭയങ്കര ഒരു ഇഷ്ടമില്ലാത്ത കാര്യമാണ്. ഞാനൊരു സിമ്പിൾ റെസിപ്പിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. ഇതേ ഞാൻ വെളിച്ചെണ്ണയിൽ ചെറിയുള്ളിയും ഇഞ്ചിയും തേങ്ങയും അതുപോലെ തന്നെ വറ്റൽമുളകും ഒക്കെ ഒന്ന് നന്നായി വഴറ്റിയെടുത്തു. അതിൽ കുറച്ച് മുളക് പൊടിയും കൂടെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇത് നന്നായിട്ട് വഴറ്റിയെടുത്തിട്ട് ഇനി നമ്മളൊന്ന് അരച്ചെടുക്കണം, ചമ്മന്തിയൊക്കെ അരയ്ക്കുന്ന പോലെ കേട്ടോ. എന്നിട്ട് ഞാൻ ആ സെയിം ചട്ടിയിൽ തന്നെ അതേ കറിവേപ്പിലയും അതുപോലെ തന്നെ സവാള അരിഞ്ഞത് വെളിച്ചെണ്ണയിൽ വഴറ്റിയെടുക്കുകയാണ്. അതിലേക്ക് ഒരു കോഴിമുട്ട കൂടി ഒഴിക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ കോഴിമുട്ടയൊക്കെ കുത്തിപ്പൊരിച്ചെടുക്കില്ലേ, അതുപോലെ ചെയ്തെടുക്കുകയാണ് കേട്ടോ. അതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ച ചമ്മന്തി ഉണ്ടല്ലോ അതുകൂടെ ഒന്ന് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കാം. എന്നിട്ട് ഇത് നന്നായി ഇളക്കി ഇട്ടതിന് ശേഷം നമ്മൾ ഇതിലേക്ക് നമ്മൾ എന്താ പറയുക, ഉണ്ടാക്കി വെച്ചിട്ടുള്ള ചോറ് അതിൽ ആഡ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കുന്ന സമയത്ത് പിന്നെ സെപ്പറേറ്റ് നമുക്കൊരു കറിയോ പിന്നെ ഒരു മെഴുക്ക് വരട്ടിയോ അങ്ങനെ ഒന്നും ആവശ്യമില്ല. ഇതുപോലെ മടി പിടിച്ചിരിക്കുന്ന സമയത്തൊക്കെ നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടി ഉണ്ടാക്കാമെന്നൊക്കെ പറയില്ലേ, അതിന് പറ്റിയൊരു ഡിഷാണ് കേട്ടോ. അപ്പം ഞാനിത് അതിലേക്ക് നമ്മുടെ ചോറും കൂടെ ഇട്ടിട്ട് നന്നായി ഇളക്കിയെടുക്കുകയാണ് കേട്ടോ. അതിനിതാ ഇന്നത്തെ നമ്മുടെ ലഞ്ച് റെഡി ആയിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് റെഡിയാക്കാൻ പറ്റുന്നു. അപ്പം ഞാൻ അതിനൊപ്പം കഴിക്കാൻ വേണ്ടിയിട്ട് പപ്പടം കൂടി ഒന്ന് കാച്ചിയെടുക്കുന്നുണ്ട് കേട്ടോ. പപ്പടം ഇല്ലെങ്കിലും കുഴപ്പമില്ലാതെ എഗ്ഗും ആ ചമ്മന്തിയുടെ ഫ്ലേവറും ഒക്കെ ചോറിലുള്ളതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഈസി ആയിട്ടൊക്കെ ഉണ്ടാക്കി കഴിക്കാം. അപ്പം ഞാനത് കഴിക്കാൻ വേണ്ടിയിട്ട് അതൊക്കെ ഒന്ന് എടുക്കുകയാണ്. ഇതുപോലെ മടി പിടിച്ച ദിവസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലത്തെ കുറച്ച് എന്താ പറയുക തട്ടിക്കൂട്ട് ഐറ്റംസൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കണം കേട്ടോ. ഞാനിതാ എനിക്കതിന് പിക്കിളും ഉണ്ട് അതുപോലെ തന്നെ പപ്പടവും ഉണ്ട്. അപ്പം ഇത് ഇങ്ങനെയൊക്കെയായിരുന്നു കേട്ടോ ഇന്നത്തെ ഒരു ദിവസം. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണും വരെ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.